ഫിസിക്സ് നോട്ട്ബുക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലോസ് ഓഫ് മോഷനിലെ ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ ഈസിക്കൽ ടു ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ആണ്. അതിൻ്റെ മറ്റൊരു പേരാണ് ടോട്ടൽ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ഡെറിവേഷനാണ്, പലതവണയും എക്സാമിന് ചോദിക്കുന്നതാണ്. ഇത് ഇനി എ എന്ന് പറയുന്ന ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെലോസിറ്റി സ്മോൾ u1, മാസ് m1, ഇതാണ് ഇനിഷ്യൽ വെലോസിറ്റി. ബി എന്ന് പറയുന്ന ബോഡി മാസ് m2, വെലോസിറ്റി u2. ഇത് തമ്മിൽ കൊളൈഡ് ചെയ്ത് കൊളീഷൻ നടന്ന് അതിനുശേഷം എ എന്ന് പറയുന്ന ബോഡിയുടെ വെലോസിറ്റി u2 ആവുന്നു. മാസിന് വ്യത്യാസമില്ല. ബി എന്ന് പറയുന്ന അത് v1 എന്ന് എടുക്കാം കേട്ടോ. v1 ആവുന്നു. ബി എന്ന് പറയുന്നതിൻ്റെ വെലോസിറ്റി v2 ആവുന്നു. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനിഷ്യൽ മൊമെൻറ്റം ആണ്. ഇവിടെ നമുക്ക് ഇനിഷ്യൽ മൊമെൻറ്റം എ എന്ന് പറയുന്ന ബോഡിയുടെ ഇനിഷ്യൽ മൊമെൻറ്റം കാണുന്നതെന്ന് വെച്ചാൽ മൊമെൻറ്റം എന്ന് വെച്ചാൽ പി ആണ് ഡിനോട്ട് ചെയ്യുന്നത്, മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അതായത് ഇവിടെ മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുമ്പം m1 u1, എ എന്ന് പറയുന്ന ബോഡിയുടെ ഇനിഷ്യൽ മൊമെൻറ്റം. ബി എന്ന് പറയുന്ന ബോഡിയുടെ ഇനിഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് m2 u2. കൊളീഷൻ കഴിഞ്ഞു. അതിനുശേഷമുള്ള എ എന്ന് പറയുന്ന ബോഡിയുടെ ഫൈനൽ മൊമെൻറ്റം എന്ന് പറയുന്നത് മാസിന് വ്യത്യാസമില്ല, m1 v1. ഇതിൻ്റെ ബി എന്ന് പറയുന്ന ബോഡിയുടെ m2 v2. ഇത്രയും മനസ്സിലായല്ലോ. അന്നേരം ചേഞ്ച് ഇൻ മൊമെൻറ്റം എങ്ങനെ എടുക്കും? നമുക്ക് അന്നേരം എ എന്ന് പറയുന്ന ബോഡിയുടെ ഇനിഷ്യൽ മൊമെൻറ്റം ഉണ്ട്, എ എന്ന് പറയുന്ന ബോഡിയുടെ ഫൈനൽ മൊമെൻറ്റം ഉണ്ട്. മനസ്സിലാക്കാൻ വേണ്ടി ഡെൽറ്റ പി ഫൈനൽ മൊമെൻറ്റം എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ബോഡിയുടെ m1 v1, ഇനിഷ്യൽ മൊമെൻറ്റം എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ബോഡിയുടെ m1 u1. ഇതിനകത്ത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ് ഫോഴ്സ്. അന്നേരം നമുക്ക് ഫോഴ്സ് ഈസിക്കൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം, ഇതിനകത്തുനിന്ന് ഡെൽറ്റ പി, അത് ചേഞ്ച് മൊമെൻറ്റേ ആവത്തുള്ളൂ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഡിവൈഡഡ് ബൈ ടൈം ടി ഈസിക്കൽ ടു ഈ m1 കോമൺ ആയിട്ട് എടുക്കാം. m1 v1 മൈനസ് u1 പുറത്തെടുക്കുമ്പോൾ ഡിവൈഡഡ് ബൈ ടി. അന്നേരം ഫോഴ്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ്. അന്നേരം ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്താണ്? ഫൈനൽ മൈനസ് ഇനിഷ്യൽ. അന്നേരം എന്ത് കിട്ടും? സ്റ്റെപ്പ് m1 v1 മൈനസ് u1 ബൈ ടി. ഇത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ്. ഇത് ഡെറിവേഷൻ്റെ കൂടെ എഴുതേണ്ട കാര്യമില്ല. ഇത് വെച്ച് നമുക്ക് ഇത് ഡിറൈവ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ കണ്ടെത്തിയേക്കുന്നത് m ഇൻറ്റു v1 മൈനസ് u1 ബൈ ടി. അന്നേരം നമുക്കറിയാം v1 മൈനസ് u1 ബൈ ടി എന്ന് പറയുന്നത് v1 മൈനസ് u1 എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. അന്നേരം ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ. അന്നേരം ഈ v1 മൈനസ് u1 ബൈ ടിക്ക് എ കൊടുക്കുമ്പം എഫ് ഈസിക്കൽ ടു എന്തോ ആയി? ഫോഴ്സ് ma ആയി. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെക്കൻഡ് ലോയിൽ പഠിച്ചിട്ടുള്ളതാണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ഫോഴ്സിന് ഈക്വലാണ്. ഇത് ഓർത്തു വെക്കുക. ഇനി എ എന്ന് പറയുന്ന ബോഡി ബിയിൽ വന്നിടിക്കുന്നു. അന്നേരം എ എന്ന് പറയുന്ന ബോഡി ബി കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണം, എ ബിയിലാണല്ലോ വന്നിടിക്കുന്നത്. അതിന് നമ്മൾ ഫോഴ്സ് F1 എന്ന് എടുക്കുക. അന്നേരം ബിയുടെ ഫൈനൽ മൊമെൻറ്റം അതുപോലെ ബിയുടെ ഇനിഷ്യൽ മൊമെൻറ്റം ഇവിടെ ഉണ്ട്. അന്നേരം ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനിഷ്യൽ മൊമെൻറ്റം ഡിവൈഡഡ് ബൈ ടൈം എടുത്തു കഴിഞ്ഞാൽ എ ബി കൊടുക്കുന്ന ഫോഴ്സിൻ്റെ തുക കിട്ടും. അന്നേരം അതിന് നമുക്ക് F1 എന്ന് കൊടുക്കാം. F1 എന്ന് പറയുന്നത്
ബിയുടെ ഫൈനൽ മൊമെൻറ്റം മൈനസ് ബിയുടെ ഇനിഷ്യൽ മൊമെൻറ്റം ഡിവൈഡഡ് ബൈ ടൈം എടുക്കുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ബോഡി ബി കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണെന്ന് കിട്ടും. അന്നേരം m2v2 ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനിഷ്യൽ മൊമെൻറ്റം ഇതാണ് m2u2. ഇത് മൊമെൻ്റ് ആയോള് ഡിവൈഡഡ് ബൈ ടൈം. അടുത്ത സ്റ്റെപ്പ് F1 ഈസിക്കൽ ടു m2 രണ്ടിടത്ത് ഒരുപോലെയാണ്. m2 കോമൺ ആയിട്ട് എടുത്തിട്ട് v2 മൈനസ് u2 ഡിവൈഡഡ് ബൈ t. ഇനി അടുത്തത് ബി എ കൊടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ F2 കൊടുത്ത് ബി എ കൊടുത്ത ഫോഴ്സ് കാണണമെങ്കിൽ എയുടെ ഫൈനൽ മൊമെൻറ്റം m1v1 അതുപോലെ മൈനസ് എയുടെ ഇനിഷ്യൽ മൊമെൻറ്റം m1u1 എന്നിട്ട് ഡിവൈഡഡ് ബൈ ടൈം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫോഴ്സ് F2 കിട്ടും. ഇത് F2 കാണാൻ പോവുകയാണ്. F2 ഈസിക്കൽ ടു ഫൈനൽ മൊമെൻറ്റം എയുടെ ഫൈനൽ മൊമെൻറ്റം m1v1 മൈനസ് ഇനിഷ്യൽ മൊമെൻറ്റം m1u1 ഡിവൈഡഡ് ബൈ t. ഇനി ഇത് അറേഞ്ച് ചെയ്ത് എഴുതുമ്പം F2 ഈസിക്കൽ ടു m1v1 മൈനസ് u1 ഡിവൈഡഡ് ബൈ t. ഇതിനൊരു ഇക്വേഷൻ 1 എന്നും 2 എന്നും ഒക്കെ കൊടുക്കാം. ഇനി ന്യൂട്ടന്റെ തേർഡ് ലോ വെച്ച് പറയുകയാണ്, എ ബി കൊടുത്തത് F1 5 ന്യൂട്ടൺ ആണെങ്കിൽ ബി എയിലും കൊടുത്തത് എത്ര തന്നെ ആയിരിക്കും? 5 ന്യൂട്ടൺ തന്നെ ആയിരിക്കും. പക്ഷെ വ്യത്യാസമുണ്ട്. ഡയറക്ഷൻ ഇങ്ങോട്ട് F1 ആണെങ്കിൽ F2 ഇങ്ങോട്ടാണ്. നമുക്ക് F1 ഈസിക്കൽ ടു മൈനസ് F2 ന്യൂട്ടൺസിന്റെ തേർഡ് ലോ വെച്ച് തേർഡ് ലോ എന്നിട്ട് നമുക്ക് F1 എടുത്ത് എഴുതാം. m2 v2 മൈനസ് u2 t ഈസിക്കൽ ടു m1 v1 മൈനസ് u1 ഡിവൈഡഡ് ബൈ t. ഇവിടെ F1 എഴുതി പക്ഷെ എന്ത് കൊടുക്കണം? ഒരു മൈനസ് കൊടുക്കണം. അടുത്ത സ്റ്റെപ്പ് ടിയും ഡിയും അങ്ങ് ക്യാൻസൽ ആയി പോകും. നേരം m2 v2 മൈനസ് u2 ഈസിക്കൽ ടു m1 v1 മൈനസ് u1. അടുത്ത സ്റ്റെപ്പ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അകത്തോട്ട് ഏറ്റവും ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ല, ഇൻറ്റു ചെയ്യുക. m2 v2 മൈനസ് m2 u2 സമം m1 v1 മൈനസ് m1 u1. നമുക്ക് അറേഞ്ച് ചെയ്യാം. m2 v2 എന്ന് വെച്ചാൽ അത് ഫൈനൽ മൊമെൻറ്റമാണ്. പക്ഷെ m2 u2 എന്ന് വെച്ചാൽ ഇനിഷ്യൽ മൊമെൻറ്റമാണ് ബിയുടെ. അന്നേരം ഇവിടെ ഒരു ഫൈനൽ മൊമെൻറ്റം കിടപ്പുണ്ട്. ആരാണ്? m1 v1. ഇവിടെ ഒരു മൈനസ് കിടപ്പുണ്ട്. ഇവിടെയും ഒരു മൈനസ് പുറത്ത് കിടപ്പുണ്ട്. ഒരു സ്റ്റെപ്പും കൂടി എഴുതാം. അറേഞ്ച് ചെയ്യണം. m2 v2 മൈനസ് m2 u2 മൈനസ് ഇൻറ്റു m1 v1. അതിന് ഉപരിയായിട്ട് മൈനസ് ഇൻറ്റു മൈനസ് എന്തായി? പ്ലസ് ആയി. m1 u1 മൈനസ് ഈ മൈനസ് m1 v1. ഇവിടെ ഫൈനൽ മൊമെൻറ്റം ഇതെല്ലാം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ അറേഞ്ച് ചെയ്യാം. അതുപോലെ ഇനിഷ്യൽ മൊമെൻറ്റം എല്ലാം ഈക്വലിൻ്റെ അപ്പുറമുള്ള റൈറ്റ് സൈഡിലും അറേഞ്ച് ചെയ്യാം. അന്നേരം m2 u2 m2 v2 ഈ മൈനസ് m1 v1 ഇപ്പുറം വരുമ്പം പ്ലസ് ആവും. m1 v1 ഈസിക്കൽ ടു ഈ m1 u1 അതേപോലെ എഴുതുക. ഈ മൈനസ് അപ്പുറം വരുമ്പം പ്ലസ് ആവും. m2 u2. അന്നേരം എന്ത് കിട്ടി?
അന്നേരം എന്ത് കിട്ടി? ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ ഈസിക്കൽ ടു ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ. അതായത് ടോട്ടൽ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് എന്താണ് ഇപ്പം നമ്മൾ കണ്ടെത്തിയേക്കുന്നത് m × v1 - u1 /t. അത് നമുക്കറിയാം v1 - u1 /t എന്ന് പറയുന്നത് v1 - u1 എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്. അന്നേരം ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറയുന്നത് എന്താണ്? ആക്സിലറേഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്നുള്ളത് അറിയുക. ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത് ഇതൊക്കെ എളുപ്പമാണ്. ഇനിഷ്യൽ മൊമെൻറ്റം, ഇതിൻ്റെ എയുടെ ഫൈനൽ മൊമെൻറ്റം, ബിയുടെ ഫൈനൽ മൊമെൻറ്റം. എ ബി വന്നിരിക്കുമ്പം ഫോഴ്സ് എക്സെർട്ടഡ് ബൈ എ ഓൺ ബി കാണേണ്ടത് ബിയുടെ ഫൈനൽ മൊമെൻറ്റം മൈനസ് ബിയുടെ ഇനിഷ്യൽ മൊമെൻറ്റം. അതുപോലെ തിരിച്ച് ബി എ വന്നിരിക്കുമ്പം ബിയുടെ ഫോഴ്സ് എ കൊടുത്തത് കാണണമെങ്കിൽ എയുടെ ഫൈനൽ മൊമെൻറ്റം മൈനസ് എയുടെ ഇനിഷ്യൽ മൊമെൻറ്റം. എന്നിട്ട് ന്യൂട്ടൺ തേർഡ് ലോ വെച്ച് എ ബി കൊടുത്തത് F1 നമ്മൾ ബി എ കൊടുത്തത് F2 ആയിട്ട് എടുക്കുന്നു. രണ്ടും ഈക്വലാണ്, പക്ഷേ ഡയറക്ഷൻ വ്യത്യാസമുണ്ട്. F1 = -F2. ഇത് അറേഞ്ച് ചെയ്ത് എഴുതുക. ഈ മൈനസ് ഇടണം, മറക്കരുത്. അറേഞ്ച് ചെയ്ത് ഇങ്ങനെ ഇടുക. ഇട്ടിട്ട് വരുമ്പം ആഫ്റ്റർ കൊളീഷൻ ലെഫ്റ്റ് സൈഡിലും ബിഫോർ കൊളീഷൻ റൈറ്റ് സൈഡിലും തിരിച്ച് എഴുതിയാലും കുഴപ്പമില്ല. ഈ മെത്തേഡ് ഫോളോ ചെയ്യും. ഇതിനകത്തൊക്കെ വേണമെങ്കിൽ സ്റ്റെപ്പൊക്കെ കുറേ ഒഴിവാക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും ചെയ്തത്. ഇത് ഡെറിവേഷനിൽ ഇതാദ്യം എഴുതണ്ട, ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.